ഇന്ന് നമ്മളൊരു പാവയ്ക്കാക്കറിയാണ് തയ്യാറാക്കുന്നത്. അത് ഒട്ടും കയ്പില്ലാത്ത രൂപത്തിൽ തയ്യാറാക്കുന്ന ഒരു പാവയ്ക്കാക്കറിയാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ കുറച്ച് വീഡിയോ ഒന്ന് കാണിക്കാം. കാരണം വീട്ടമ്മമാർ തീർച്ചയായിട്ടും ഇത് കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളിത് കണ്ടോ? ഞാനീ പാവൽ നട്ടത് ഗ്രോ ബാഗിലാണ്. നിങ്ങൾക്കും ഈസി ആയിട്ട് വളർത്താം. പ്രത്യേകിച്ചും വളമിടേണ്ട കാര്യമൊന്നുമില്ല. കിച്ചണിലെ പച്ചക്കറി വേസ്റ്റാണ് ഞാനതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല ചാണകപ്പൊടി ഇപ്പോൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്കിപ്പോൾ ഫ്ലാറ്റുകളിലാണെങ്കിലും ഇതുപോലെ നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അത് കലക്കി ഈ ചാണകപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. മാത്രമല്ല തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവില്ലേ, നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്തത് അതും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചാരമോ അങ്ങനെയുള്ളതെല്ലാം വേണമെങ്കിൽ മാത്രം, ചാരം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് കരിയിലയുടെ ചപ്പിട്ട് കൊടുക്കാം. മാത്രമല്ല പാവലിനൊക്കെ പെട്ടെന്ന് പുഴു പിടിക്കും. അപ്പോൾ അതിനായിട്ടും കൂടി കുറച്ച് ടിപ്സുകളുണ്ട്. അതുകൂടി ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നതാണ്. നമ്മുടെ അടുക്കളപ്പണി കഴിഞ്ഞ് കിട്ടുന്ന സമയം മതി കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പാവയ്ക്ക എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും പാവയ്ക്ക വേണ്ട 2-3 എണ്ണം മതി. ഇനി നമുക്ക് തയ്യാറാക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു വലിയ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പാവയ്ക്ക. നമ്മുടെ ഇഷ്ടത്തിന് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മാത്രം മതി. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാവയ്ക്കയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പാചകം ചെയ്യാനായിട്ട് എടുക്കുക. കാരണം അതിൽ ധാരാളം കെമിക്കലൊക്കെ അടിച്ചാണ് മാർക്കറ്റിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പോകാനായിട്ടാണ് ഉപ്പും മഞ്ഞളും കുറച്ച് സോഡാപ്പൊടി ഉണ്ടെങ്കിൽ സോഡാപ്പൊടിയും കൂടി ഇട്ട് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പം നമ്മൾ പാവയ്ക്കയെല്ലാം അവിടെ വഴറ്റിയെടുത്തു. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നേരത്തെ വഴറ്റിയ ആ പാവയ്ക്കയുടെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞതും ഒരു 10-15 ചെറിയ ഉള്ളി 2ആയി മുറിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഉള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പച്ചക്കറി ഇലകളിൽ പുഴുക്കളെ ഓടിക്കുന്ന വിദ്യ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4-5 നല്ല കാന്താരിമുളക്, എരിവുള്ള നല്ല കാന്താരിമുളക് അരച്ച് ചേർത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആ ഇലകളിൽ തളിച്ച് കൊടുത്താൽ മതി, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പുഴുക്കളുടെ ശല്യം നമുക്ക് പിന്നെ ഉണ്ടാകത്തില്ല. ഇത് ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പുഴുക്കളെ ഓടിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ സവോളയും ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3 പാവയ്ക്കയാണ് എടുത്ത് കൊടുത്തത്. 1/2 സ്പൂൺ ഗരം മസാല കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1-1.5 നമുക്ക് ചേർക്കാം കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് എരിവ് കുറവായതുകൊണ്ട് നമ്മൾ 1.5 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഈ പൊടികളുടെയും കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെയും പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളി പേസ്റ്റ് രൂപത്തിൽ അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. 2 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും.
ഇതുവരെ നമ്മൾ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പച്ചവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഇതിൽ കുറച്ച് പുളി ചേർക്കണമായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു കുടംപുളി എടുത്തിട്ട് 3ആയിട്ട് മുറിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം വിട്ടുപോയതാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കറി വയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മൾ ഈ മുളക് അരച്ചാണ് വെക്കുന്നത്. അതും നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പാവയ്ക്ക വെക്കുന്നത് പോലെ തീയലോ അങ്ങനെയുള്ളതൊന്നുമല്ല. ഇതുപോലെയാണ് നമ്മൾ കറി വയ്ക്കുന്നതെങ്കിൽ വളരെയധികം നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊച്ചു കുട്ടികൾ പോലും, ഇതുവരെ പാവയ്ക്ക കഴിക്കാത്ത പിള്ളേർ പോലും പാവയ്ക്ക കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഇപ്പം നിങ്ങൾക്ക് പാവയ്ക്ക കുറവാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ പാവയ്ക്ക എടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓൾറെഡി ഇത് വെന്തിരിക്കുന്നതാണല്ലോ, വഴറ്റിയത് കൊണ്ട് നന്നായിട്ട് വെന്തിരിക്കുന്നതാണ്. ഈ പാവയ്ക്കയിൽ ഉപ്പും എരിവും എല്ലാം ഒന്ന് പിടിച്ചാൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അത് വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നല്ല ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇതിപ്പോൾ കറി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയാലും നല്ല ടേസ്റ്റായിരിക്കും കറി കഴിക്കാനായിട്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒട്ടും കയ്പില്ലാത്ത ഈ പാവയ്ക്ക കറിക്ക് ഇതുപോലെ നിങ്ങൾ പാവയ്ക്ക വഴറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ കറി വെച്ചാൽ മതി. അപ്പോൾ കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്.